കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ബീഹാർ വിസിറ്റ് ചെയ്തത്. അവിടെ ഏറ്റവും ഓർമ്മയോടെ സൂക്ഷിക്കുന്നത് ഗയ ഡിസ്ട്രിക്റ്റ് വിസിറ്റ് ചെയ്തതാണ്. അതിപ്പോഴും ഒട്ടും ഡെവലപ്പ് ഇല്ലാത്തൊരു ഗ്രാമമാണ്. മനുഷ്യരൊക്കെ വളരെ കുറച്ച് ജീവിക്കുന്നുള്ളൂ. എല്ലാം കുടിലുകളാണ്. വലിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നും തന്നെ കാണാൻ പറ്റില്ല. പക്ഷെ കുറേ മനുഷ്യരവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഒന്നേ ഉള്ളൂ, ദശരഥ് മാഞ്ചി എന്ന മനുഷ്യൻ ചെയ്ത ഏറ്റവും മഹാ അത്ഭുതമാണ്. 22 വർഷം കൊണ്ട് ഒരു മല ഇടിച്ചയാളൊരു വഴിയുണ്ടാക്കി. ഈ മല ഇടിക്കാനുള്ള കാരണം തൻ്റെ ഭാര്യയ്ക്കൊരു അപകടം സംഭവിക്കുമ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ മല ഒരു തടസ്സമായി. ഭാര്യ മരിച്ചുപോയി. വലിയൊരു കണ്ണീരാണ്, വലിയൊരു വേദനയാണ്. പക്ഷേ ഈ മനുഷ്യൻ നിന്നില്ല. ആ കണ്ണീർ തുടച്ചിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ആയുധങ്ങളുമായിട്ട് അയാൾ ആ മലയുടെ മുമ്പിൽ പോയി നിന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കണ്ണീരിന് ഞാൻ ഉത്തരം നിന്നിൽ ഞാൻ തീർക്കും. നിന്നെ ഞാൻ മഹാ അത്ഭുതമാക്കി തീർക്കും. ഈ മനുഷ്യൻ 22 വർഷമെടുത്ത് ഉണ്ടായ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് ഇയാളൊരു വഴിയുണ്ടാക്കി. ആ ഇടത്ത് നിന്നപ്പോൾ അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്. ഒരു മനുഷ്യന് ഇതെങ്ങനെ സാധിച്ചു? ഒരു പക്ഷേ ഉള്ളിലുണ്ടായ വേദനയും കണ്ണീരിനെയും വലിയ അത്ഭുതമാക്കി തീർക്കാനാകുമെന്ന് എത്ര മനോഹരമായിട്ടാണ് ഒരു സാധാരണക്കാരൻ ഈ ഭൂമിയെ പഠിപ്പിച്ച് കടന്നു പോയത്. എനിക്ക് തോന്നുന്നു ഈ ഭൂമിക്ക് ആ മനുഷ്യൻ നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ആ വഴി. അനേകം നാട്ടിൽ നിന്നും അനേകം മനുഷ്യർ വെറുതെ ആ പ്രണയ സാഫല്യം കാണാനായി ഇപ്പോഴും വരുന്നുണ്ട്. പ്രണയത്തെ തോൽപ്പിച്ച മനുഷ്യരൊക്കെ ഈ ഭൂമിയിൽ ഏറ്റവും മനോഹരമായ സമ്മാനം നൽകി കടന്നു പോവുകയുള്ളൂ. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്നത് ഒരു സമ്മാനം ചോദിച്ചൊരു പെൺകുട്ടിയാണ്, ഹെരോദിയുടെ മകൾ. അവൾക്കൊത്തിരി കഴിവുണ്ട്. നല്ല ഡാൻസ് കളിക്കുന്നൊരു പെൺകുട്ടിയാണ്. അവളുടെ ഡാൻസ് ഒത്തിരി ഇമ്പ്രസ് ചെയ്യപ്പെടുന്നൊരു ഡാൻസാണ്. ഒരു ഡാൻസ് കളിച്ച് അവസാനിക്കുമ്പോൾ എല്ലാവരുടെ മുമ്പിലും കയ്യടി കിട്ടുമ്പോൾ അവളുടെ മുമ്പിൽ നൽകപ്പെടുന്ന ഒരു ഓഫർ ഇതാണ്: രാജ്യത്തിൻ്റെ പകുതി വേണമെങ്കിൽ നൽകാം. പക്ഷെ അവൾക്ക് രാജ്യത്തിൻ്റെ പകുതി വേണ്ട. അവൾ ആ കഴിവ് കൊണ്ട് നേടിയെടുത്ത അത്ഭുതമല്ല, കുറച്ച് ആപത്താണ്. അവൾ തല ചോദിച്ചു. ചരിത്രത്തിൽ ഇതിന് മുമ്പോ ഇതിന് ശേഷമോ ആരെങ്കിലും ഇങ്ങനൊരു സമ്മാനം ചോദിച്ചിട്ടുണ്ടാകുമോ? ഇത്രയും ക്രൂരരായി പോകുന്ന മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നു ഉള്ളിലുണ്ടായ വേദനകളൊക്കെ മനുഷ്യർ 2 രീതിയിലാണ് ചാനലൈസ് ചെയ്യുന്നത്. ചിലരതിനെ അത്ഭുതമാക്കി മാറ്റും, ചിലരതിനെ ഏറ്റവും നികൃഷ്ടമാക്കി മാറ്റും. ഏറ്റവും അത്ഭുതമാക്കി തീർത്ത ഒരു ദശരഥ് മാഞ്ചിയും ഏറ്റവും നികൃഷ്ടമാക്കി തീർത്ത ഒരു പെൺകുട്ടിയുമാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. ഓർക്കണം, നമ്മുടെ മുമ്പിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്, നമ്മുടെ മുമ്പിലും ഒത്തിരി സംശയങ്ങളുണ്ട്, നമ്മളും കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന സമയമുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ചാനലൈസ് ചെയ്യണേ? നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കണ്ണുനീരിനെ മനുഷ്യർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു അത്ഭുതമാക്കി തീർക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിലും എല്ലാ മനുഷ്യരും എന്നും ഓർത്തിരിക്കുന്ന ആപത്താക്കി തീർക്കാം. ഓപ്ഷൻ നമ്മുടെ മുമ്പിലാണ്. എന്താക്കി തീർക്കണം എന്നുള്ളത് നമ്മുടെ വ്യക്തിത്വത്തെ ആശ്രയിച്ചിരിക്കും. ഗോസ്പൽ അവസാനിക്കുന്നിടത്ത് ഈ വിവരമെല്ലാം ക്രിസ്തുവിൻ്റെ ചെവിയിലെത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. എല്ലാം അറിയുന്നൊരു ദൈവം എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിനെ നിങ്ങൾ എന്താക്കിയെന്ന ചോദ്യത്തിന് അവൻ്റെ ചെവിയിൽ ഉത്തരം കിട്ടുമ്പോൾ എന്തായിരിക്കും അവൻ അറിയുന്നത്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.